ഇന്നേ ചക്കയും ബീഫും കൊണ്ട് നല്ല ഇടുക്കി സ്റ്റൈലിൽ ഒരു ചക്ക ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ചക്ക ബിരിയാണി ഉണ്ടാക്കാൻ നന്നായി മൂത്ത ചക്ക വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ചക്കച്ചുള ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കണം. ചക്കയും ബീഫും കൂടെ ഒരുമിച്ചിട്ട് വേവിക്കേണ്ടതുകൊണ്ട് അത്യാവശ്യം വലിയൊരു പാത്രം വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾ പൊടി, വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എന്നിവ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ചക്ക ഒരു 80% വേകുമ്പോഴേക്കും വാങ്ങി വെക്കാം. ഇനി ഇത് ബീഫിലിട്ട് വേവിക്കാനുള്ളതാണ്. ഇനി ബീഫിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, ഒരു ചെറിയൊരു കഷ്ണം പട്ട, കറുത്ത ഏലക്ക, കുറച്ച് കുരുമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് 1-2 സവാള അരിഞ്ഞതും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുത്ത് മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാല മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് അത്യാവശ്യം മുഴുത്ത കഷ്ണങ്ങളാക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. ബീഫ് എല്ലോട് കൂടിയ ബീഫും കുറച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ മസാലകളൊക്കെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കുന്നതാണ് നല്ലത്. ഇനി എന്നിട്ടൊരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ബീഫ് വേവിക്കാൻ വേണ്ടി വെക്കാം. ഞാനിതിപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതൊരു 90% വെന്താൽ മതി. ബാക്കി നമുക്ക് ചക്കയിലിട്ട് വേവിക്കാനുള്ളതാണ്. ബീഫ് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കണം. ബീഫ് ഒരു 90% വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ചക്കയും ബീഫും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും അത് തുറന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒരു 10-15 മിനിറ്റും കൂടി വെക്കാം. ചക്കയും ബീഫും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം.
ചക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.